ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 9ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ഐസർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് മെൻഡീലിയൻ ജെനറ്റിക്സിൽ നിന്നാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദ ജീനോടൈപ്സ്, ജീനോടൈപ്പ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പി, സ്മോൾ പി, ക്യാപിറ്റൽ ക്യൂ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ എസ്, ക്യാപിറ്റൽ എസ്. ആൻഡ് ഇവരാരുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? സ്മോൾ പി, സ്മോൾ പി, സ്മോൾ ക്യൂ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ എസ്. വാട്ട് വിൽ ബി ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് പ്രോജനീസ് ഇൻ ദ വിത്ത് ദ ജീനോടൈപ്പ്? ഈ പറയുന്ന ജീനോടൈപ്പ് എത്ര ഫ്രീക്വൻസിയിൽ ഉണ്ടാവും ഇൻ എ പോപ്പുലേഷൻ ഓഫ് 400 ഇൻഡിവിജ്വൽസ് അസ്യൂമിങ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അസോർട്ട്മെന്റ് നടക്കുന്നത് എങ്കിൽ ഈ ജീനോടൈപ്പിലുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസി എത്രയായിരിക്കും? പോപ്പുലേഷന്റെ സൈസ് തന്നിട്ടുണ്ട്, 400 ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്ക്, എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, ആ ആളുടെ ടോൾനെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് 2 അല്ലീലുകളാണ് അല്ലേ. അതല്ലേ മെന്റൽ പറയുന്നത്? ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ. എന്നിട്ട് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താ പറയുന്നത്? ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഈ 2 ഫാക്ടേഴ്സിൽ ഒരാൾക്ക് മാത്രമേ ഗമീറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനർത്ഥം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഗമീറ്റിൽ ക്യാപിറ്റൽ ടി അല്ലീലാണ് ഉള്ളത് എങ്കിൽ വേറൊരു ഗമീറ്റ് ഉണ്ടായിരിക്കും ആൻഡ് അതിൻ്റെ അകത്ത് സ്മോൾ ടി ആണ് ഉണ്ടാവുക. ആൻഡ് ഈ 2 ഗമീറ്റ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 ആണ്. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഒരു കീ തിങ് എന്ന് പറയുന്നത്, ഒരു കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഇതാണ് ഈ ഒരു പാരന്റ്സ് തമ്മിലുള്ള ക്രോസ് ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് സെറ്റ് ഓഫ് അല്ലീൽസ് ആണ്. പി, സ്മോൾ പി എന്ന് പറയുന്ന അല്ലീൽസ് ആണ്, ക്യൂ എന്ന് പറയുന്ന അല്ലീൽസ് ആണ്. ആൻഡ് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഒരു ഗമീറ്റിലേക്ക് ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഒരു ഗമീറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ക്യാപിറ്റൽ പിക്ക് എത്താം, അല്ലെങ്കിൽ സ്മോൾ പിയിലേക്ക് എത്താം. ഇതാണ് ഇതിന്റെ തിയറി. ഓക്കെ, ഇനി ഉണ്ടാവുന്ന കുട്ടി ഏത് ടൈപ്പ് ജീനോടൈപ്പ് ഉണ്ടാവുന്ന കുട്ടിക്കുള്ള ഫ്രീക്വൻസിയാണ് ചോദിച്ചത്? സ്മോൾ പി ആവണം. അപ്പം ഒരു പാരന്റ് കൊടുത്തത് എന്താണ്? സ്മോൾ പി ആവണം. മറ്റൊരു പാരന്റ് കൊടുത്തത് സ്മോൾ പി ആവണം. അങ്ങനെ സാധ്യത ഉണ്ട്. ഈ ആള് കൊടുക്കുന്നത് എന്താണ്? സ്മോൾ പി ആണെന്ന് വിചാരിക്കാം, ഈ ആള് കൊടുക്കുന്നത് സ്മോൾ പി ആണ് എന്നുള്ളത് വിചാരിക്കാം. അപ്പം സ്മോൾ പി ഈസ് പോസിബിൾ. ഇനി അടുത്തത് എന്താ? ക്യാപിറ്റൽ ക്യൂ ആവണം, ക്യാപിറ്റൽ ക്യൂ ആവണം. ഇങ്ങനെയല്ലേ കുട്ടി വേണ്ടത്? അപ്പം ഈ ക്യാപിറ്റൽ ക്യൂ ഈ പാരന്റ് കൊടുത്തു, ഇവിടെ ഈ പാരന്റിന്റെ അടുത്ത് 2 സ്മോൾ ക്യൂ ആണുള്ളത്. അപ്പം ഈ ആൾക്ക് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഒരു അല്ലീല് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി സാധ്യമാണോ? അല്ല, ഇങ്ങനെ ഒരാള് സാധ്യമല്ല. അപ്പം ഈ സാധ്യമല്ലാത്തൊരു കുട്ടിയുടെ ഫ്രീക്വൻസിയാ ചോദിക്കുന്നത്. അപ്പം ഫ്രീക്വൻസി എങ്ങനെ കാണുക? സാധ്യമല്ലാത്തൊരു കുട്ടി ഔട്ട് ഓഫ് 400, അതായത് വലിയ 0. ഇതല്ലേ ഉത്തരം? യെസ്. അപ്പം ഇതുപോലത്തെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള, ഈ ജീനോടൈപ്പ് ഉള്ള ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഈസി ആയിട്ടുള്ളതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതും നമ്മളെ എന്തിനാണ് ഇവിടെ 400 ഇൻഡിവിജ്വൽസ് ഒക്കെ പോപ്പുലേഷനിൽ തന്നത്? അതുപോലെയുള്ള കുറച്ച് കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഈസിയാണ്. പക്ഷെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഐസറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്തു നോക്കുക. അതുപോലെ കുറച്ചും കൂടെ കോൺസെപ്ഷ്യലി റിച്ച് ആയിട്ടുള്ള, കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഐസറിന്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു ഐസർ ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിഷൻ ഐസറിനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഐസറിൽ ഇപ്പൊ ജോയിൻ ചെയ്ത കുട്ടികളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിയറിയുടെ നോട്ടും ഞാൻ PDF ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ്.
ഇനി ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടാൽ കിട്ടുന്നതാണ്. ഈ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിന്റെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.